ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ്. സോ അതിൽ ഫസ്റ്റ് വരുന്നതാണ് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ നാച്ചുറൽ നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് n വെച്ചിട്ടാണ്. ഓക്കെ, സോ 1 നിന്നും സ്റ്റാർട്ട് ചെയ്ത് 2, 3, 4 എക്സെട്ര. ഓക്കെ, 1 to എക്സെട്ര, അതായത് ഇത് എൻഡ് ചെയ്യുന്നില്ല, അതാണ് നാച്ചുറൽ നമ്പർ. ദെൻ അടുത്തത് വരുന്നത് ഹോൾ നമ്പറാണ്. ഹോൾ നമ്പർ ഹോൾ നമ്പർ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് W ആണ്. അപ്പോൾ ഹോൾ നമ്പറിനകത്ത് ഏതൊക്കെ നമ്പേഴ്സാണുള്ളത്? 0, 1, 2, 3 എക്സെട്ര. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്പർ വരുന്നത് ഇൻറ്റീജർ. ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ ഡിനോട്ട് ചെയ്യുന്നത് I or Z വെച്ചിട്ടാണ് ഇൻറ്റീജർ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഇൻറ്റീജേഴ്സ്? ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത് 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 എക്സെട്ര. അതേപോലെ തന്നെ ഇങ്ങേ സൈഡിൽ -1, -2, -3 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റീജർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോൺ പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് പറയുന്നത് ഏതാണ്? നോൺ പോസിറ്റീവ് ഇൻറ്റീജർ ഏതാണെന്ന് പറയുമ്പോൾ, അതായത് മൊത്തത്തിൽ നമുക്ക് ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഉണ്ട്, 0 ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇങ്ങനെ 3 ടൈപ്പ് ഇൻറ്റീജേഴ്സാണ് ഇതിനകത്ത് ഉള്ളത്. അതിൽ നിന്നും നോൺ പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് അല്ലാത്തത്. അപ്പം ഇത് ഇൻക്ലൂഡ് ചെയ്യത്തില്ല, അല്ലേ? പോസിറ്റീവ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്യത്തില്ല, ബാക്കി രണ്ട്. അപ്പോൾ 0 ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അതായത് 0, -1, -2, -3 എക്സെട്ര. സോ ഇതാണ് നമ്മുടെ നോൺ പോസിറ്റീവ് ഇൻറ്റീജർ. സെയിം കേസ് തന്നെയാണ് നോൺ നെഗറ്റീവ് ഇൻറ്റീജർ. നോൺ നെഗറ്റീവ് ഇൻറ്റീജർ എന്ന് പറയുന്നത് ഏതാണ്? നോൺ നെഗറ്റീവ് ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ ഇൻറ്റീജേഴ്സിനകത്ത് നെഗറ്റീവ് വേണ്ട, ബാക്കി രണ്ടും, അതായത് പോസിറ്റീവും 0 ആണ്. സോ 0, 1, 2, 3 എക്സെട്ര. സോ ഇതാണ് ഇവിടുത്തെ നോൺ നെഗറ്റീവ് ഇൻറ്റീജർ. സോ ഇനി വരുന്നത് ഇൻറ്റീജേഴ്സ് കഴിഞ്ഞു. അടുത്തത് റാഷണൽ നമ്പറാണ്. റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ അത് ഒരു P/Q ഫോമാറ്റിലായിരിക്കും. അതേപോലെ തന്നെ Pയും Qവും എന്തായിരിക്കും? ഇൻറ്റീജർ ആയിരിക്കും. ദെൻ Q is not is equal to 0 ആയിരിക്കും. സോ ഈ ഫോമാറ്റിൽ വരുന്ന നമ്പേഴ്സാണ് റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, റാഷണൽ നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് Q ആയിട്ടാണ്. സോ ഒരു നമ്പർ, അതായത് ഈ റാഷണൽ നമ്പർ 2 ടൈപ്പാണ് നമുക്കിവിടെ ഉണ്ടാകുന്നത്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർമിനേറ്റിംഗ് ആണ്. ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള ഡെസിമൽസിനെയാണ് ഒരെണ്ണം. രണ്ടാമത്തത് റിക്കറിംഗ് ഡെസിമൽസ്. സോ ഇങ്ങനെ 2 ടൈപ്പാണ് റാഷണൽ നമ്പേഴ്സിനകത്ത് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ 1/2 എന്ന് പറഞ്ഞെന്ന് വെച്ചോ. 1/2 എന്ന് പറഞ്ഞാൽ ഇതൊരു ടെർമിനേറ്റിംഗ് റാഷണൽ നമ്പർ ആണോ റിക്കറിംഗ് റാഷണൽ നമ്പർ ആണോ? അതായത് 1/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 0.5, അതായത് ഇതിവിടെ ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത കേസ് 1/3 എടുക്കുകയാണ്. 1/3 എടുക്കുമ്പോൾ 1/3, സോ 1ൽ ഡിവൈഡ് ആവില്ല. 10 എടുത്തു, 3, 9, 1, 0, 3, 9,
10. സോ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതായത് 0.3333 എക്സെട്ര. അതായത് 3 ഇവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കിതിനെ ഇങ്ങനെ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതൊരു റെക്കറിങ് ആയിട്ടുള്ള ഡെസിമലാണ്. പക്ഷേ ഇതൊരു റാഷണൽ നമ്പറാണ്. ഇനി ടെർമിനേറ്റിംഗ് ഡെസിമൽ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേറൊരു കേസുണ്ട്. അതായത് P/Q ഫോമാറ്റിൽ തന്നു കഴിഞ്ഞാൽ P ഉണ്ടല്ലോ, അതായത് ഈ P എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററാണ്, Q എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററാണ്. സോ ഈ Qനെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് എഴുതുമ്പോൾ അതിനകത്ത് 2n അതേപോലെ തന്നെ 5n ഇങ്ങനെയുള്ളൊരു ഫോമാറ്റിൽ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ പറ്റുകയാണെങ്കിൽ എമ്മും എന്നും ബിലോങ്സ് ടു ഹോൾ നമ്പേഴ്സ് ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെർമിനേറ്റിംഗ് ആണ്. അതായത് ഈ തന്നിരിക്കുന്ന നമ്പർ ടെർമിനേറ്റിംഗ് ആണ്. ഓക്കെ, ദെൻ നോൺ ടെർമിനേറ്റിംഗ് അതേപോലെ തന്നെ നോൺ റെക്കറിങ് ഡെസിമൽ ഉണ്ടാവും. നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിങ് ഡെസിമൽ ഉണ്ടാവും. സോ ഇതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഇതിനെ നമ്മൾ പറയുന്നതാണ് ഇറാഷണൽ നമ്പർ എന്ന് പറയും. ഇറാഷണൽ നമ്പർ. ഓക്കെ, ഇറാഷണൽ നമ്പർ എന്ന് പറയും. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് Q ആണ്. അല്ലെങ്കിൽ എന്ത് പറയാം, ടോട്ടലായിട്ടുള്ള റിയൽ നമ്പറിൽ നിന്നും റാഷണൽ നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഇറാഷണൽ നമ്പർ. R-Q എന്ന് നമുക്ക് വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാം. അതായത് ഇവിടെ ഉള്ളത് √2 ഉണ്ട്, √3, പൈ, E ഇതെല്ലാം ഇറാഷണൽ നമ്പേഴ്സാണ്. ഫോർ എക്സാമ്പിൾ പൈ എന്ന് പറയുന്നത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 22/7 എന്നേ പറയാം. പക്ഷെ പൈ ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു 22/7 ആണ്. ബിക്കോസ് പൈ ഈസ് എ ഇറാഷണൽ നമ്പർ അല്ലേ. പൈ എന്ന് പറയുന്നത് ഇറാഷണൽ ആണ്. അതായത് അതൊരു നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിങ് ആയിട്ടുള്ള ഡെസിമലാണ്. എന്നാൽ 22/7 എന്ന് പറയുന്നത് എന്താണ്? അതൊരു റെക്കറിങ് ആയിട്ടുള്ള ഡെസിമലാണ്. അതായത് നമ്മൾ ഈ ഡെസിമൽ നോക്കിയിട്ട് അതിൻ്റെ ഡിനോമിനേറ്റർ നോക്കുക. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 2m × 5n എന്ന് പറയുന്ന ഫോമാറ്റിൽ നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ ആ ഡെസിമൽ ടെർമിനേറ്റിംഗ് ഡെസിമലാണ്. എന്നാൽ ഈ കേസിൽ ഡിനോമിനേറ്ററിൽ 7 മാത്രമേ ഉള്ളൂ അല്ലേ, 7 മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് എ റെക്കറിങ് ഡെസിമൽ. സോ ഇത് ഒരു റാഷണൽ നമ്പറാണ്. 22/7 എന്ന് പറഞ്ഞാൽ ഒരു റാഷണൽ നമ്പറാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് വരുന്നുണ്ട്. അടുത്തത് വരുന്നത് ഈവൻ നമ്പർ എന്താണെന്നുള്ളതാണ്. ഈവൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് ഇൻഡിജേഴ്സ് ഡിവിസിബിൾ ബൈ 2 ആണ്. ദോസ് ഇൻഡിജേഴ്സ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 2 അതിനെയാണ് നമ്മൾ ഈവൻ നമ്പർ എന്ന് പറയുന്നത്. സോ ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ 0, 2, 4, 6 എക്സെട്ര. അതേപോലെ തന്നെ -2, -4, -6 അങ്ങനെയും പോകും. സോ ഇതാണ് നമ്മുടെ ഈവൻ നമ്പർ. ഓക്കെ, ഈവൻ നമ്പർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ ദോസ് ഇൻഡിജേഴ്സ് നോട്ട് ഡിവിസിബിൾ ബൈ 2 ആണ്. സോ അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഓഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? 1, 3, 5, 7 എക്സെട്ര, -1, -3, -5 എക്സെട്ര.
സോ ഈ നമ്പേഴ്സാണ് നമ്മുടെ ഓഡ് നമ്പേഴ്സ്. ഓക്കെ ആണോ? ഇനി പ്രൈം നമ്പറുണ്ട്. പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ അത് ഒരു നാച്ചുറൽ നമ്പറാണ്. അതേപോലെ തന്നെ അതിന് 2 ഫാക്ടേഴ്സാണ് കാണുക. ഏതൊക്കെയാണ്? ഒന്ന് 1 എന്ന് പറയുന്ന ഫാക്ടറും അതേപോലെ തന്നെ നമ്പർ ഇറ്റ് സെൽഫ്. ഓക്കെ, 2 ഫാക്ടേഴ്സാണ് ഉണ്ടാവുക. സോ which are those numbers, those natural numbers that are divisible by 1 and the number itself. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. 2, 3, 5, 7, 11, 13, 17, 19 അങ്ങനെ വരും. ഓക്കെ, ദെൻ അടുത്തത് കോ പ്രൈം അല്ലെങ്കിൽ റിലേറ്റീവ്ലി പ്രൈം. അങ്ങനെയുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? അതും നാച്ചുറൽ നമ്പേഴ്സാണ്. whose HCF is equal to 1 ആണ്. അതായത് 2 നമ്പേഴ്സ് പ്രൈമാണോ റിലേറ്റീവ്ലി പ്രൈമാണോ എന്ന് പറയുന്നത് എപ്പോഴാണ്? അതായത് 5, 7 ഇത് രണ്ടും പ്രൈം നമ്പേഴ്സാണ് അല്ലേ? ഈ 2 നമ്പേഴ്സ് റിലേറ്റീവ്ലി പ്രൈം ആണോ? അതായത് അത് തമ്മിലുള്ള HCF എന്ന് പറയുന്നത് 1 ആണ്. ഇനി ഇരിക്കട്ടെ 22ഉം 23ഉം. സോ ഈ 2 നമ്പേഴ്സ് തമ്മിലുള്ള HCFും 1 ആണ്. ഇനി 15ഉം 16ഉം HCF is 1. So these numbers are relatively prime or co-prime. അതായത് റിലേറ്റീവ്ലി പ്രൈമും കോ പ്രൈമും എടുക്കുമ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സാണ് എടുക്കുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിൻ പ്രൈമാണ്. ട്വിൻ പ്രൈം എന്ന് പറയും. ട്വിൻ പ്രൈം എന്ന് പറയുമ്പോൾ 2 പ്രൈം നമ്പേഴ്സാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതിൻ്റെ ഡിഫറൻസ് എന്താണ്? 2 പ്രൈം നമ്പേഴ്സ് എടുക്കും, അതിൻ്റെ ഡിഫറൻസ് 2 ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ട്വിൻ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 3ഉം 5ഉം എടുത്തു, 5ഉം 7ഉം എടുത്തു, 11ഉം 13ഉം എടുത്തു, ദെൻ 17ഉം 19ഉം എടുത്തു. ഇങ്ങനെയുള്ള, അതായത് ഈ 2 നമ്പേഴ്സും പ്രൈം ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. അതേപോലെ തന്നെ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ ഫോർ എക്സാമ്പിൾ 2ഉം 3ഉം എടുത്തു, അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഡിഫറൻസ് ഇവിടെ 1 ആണ് കിട്ടിയിരിക്കുന്നത്. ഡിഫറൻസ് 1 ആയി കഴിഞ്ഞാൽ നോട്ട് ട്വിൻ പ്രൈം. ഓക്കെ, ഓക്കെ. ഇനി അടുത്ത ഒരു, അതായത് റാഷണൽ നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഫോം എന്താണ്? P/Q ആണ്. സോ 2 റാഷണൽ നമ്പേഴ്സ് എടുക്കുകയാണ്. Q1ഉം Q2 2 റാഷണൽ നമ്പേഴ്സാണ്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരുന്നത് എന്നുള്ളതാണ്. സോ 2 റാഷണൽ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റാഷണലാണ് വരിക. അതായത് ഇപ്പോൾ 1/2 + 1/2 ചെയ്തെന്ന് വെച്ചോ. 2 റാഷണൽ നമ്പർ സെയിം റാഷണൽ നമ്പേഴ്സ് എടുത്തു, അതെടുത്തു കഴിഞ്ഞാൽ 1 ആണ് വരുന്നത്. 1 ഈസ് ഓൾസോ എ റാഷണൽ നമ്പർ വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് 1/1. ഓക്കെ, ദെൻ ഒരു റാഷണൽ നമ്പർ എടുത്തു, മറ്റൊരു റാഷണൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് റാഷണലാണ്. ദെൻ ഒരു റാഷണൽ നമ്പറിനെ ഒരു റാഷണൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ എന്താണ്? മൈനസ് ചെയ്തു.
ദെൻ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുക എന്താണ്? റാഷണലാണ്. എല്ലായിടത്തും ഇവിടെ റാഷണലാണ് കിട്ടുന്നത്. ഇനി ഇറാഷണൽ നമ്പർ എടുക്കാം. ഇറാഷണൽ നമ്പറിനെ നമ്മൾ ഇറാഷണൽ നമ്പർ കൊണ്ട് ആഡ് ചെയ്തു. അപ്പോൾ എന്തായിരിക്കും കിട്ടുക എന്നുള്ളതാണ്. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ √3 എടുത്തു. √3 + 2√3 എടുത്തു. അപ്പോൾ എന്താ കിട്ടിയേ? 3√3 എന്ന് കിട്ടി. അതൊരു ഇറാഷണലാണ്. ദെൻ ഈ √3യുടെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത് -√3 ആണെങ്കിൽ എനിക്കിവിടെ 0 എന്ന് കിട്ടും, വിച്ച് ഈസ് എ റാഷണൽ നമ്പർ. സോ 2 ഇറാഷണൽ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് റാഷണൽ ആവാം, അല്ലെങ്കിൽ അത് ഇറാഷണൽ ആവാം. ഓക്കെ. ദെൻ 2 ഇറാഷണൽ നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഓക്കെ. സോ √3 ഉണ്ട്. അതേപോലെ തന്നെ √3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? 3 കിട്ടും. ദെൻ √3 ഉണ്ട്, √5 ഉണ്ട്. സോ നമുക്ക് √15 കിട്ടും അല്ലേ? √15 കിട്ടും. സോ ഇതും നമുക്ക് 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റാഷണലും ആവാം, ഇറാഷണലും ആവാം. ഇങ്ങനെയാണ് കിട്ടുന്നത്. സിമിലർ കേസ് തന്നെയാണ് ഡിവൈഡ് ചെയ്യുന്ന കേസും അതേപോലെ തന്നെ മൈനസ് ചെയ്യുന്ന കേസായാൽ. അതായത് 2 ഇറാഷണൽ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് ഡിഫറൻസ് എടുക്കുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒന്നെങ്കിൽ റാഷണൽ ആവാം, അല്ലെങ്കിൽ ഇറാഷണൽ ആവാം. ഇനി ഒരു റാഷണൽ നമ്പറും ഒരു ഇറാഷണൽ നമ്പറും നമ്മൾ Q1 അതേപോലെ തന്നെ ഒരു ഇറാഷണൽ നമ്പറും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇറാഷണലേ കിട്ടത്തുള്ളൂ. സോ ഒരു റാഷണൽ നമ്പർ ഒരു ഇറാഷണൽ നമ്പറും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറാഷണലേ കിട്ടും. സോ ഒരു റാഷണൽ നമ്പറും ഒരു ഇറാഷണൽ നമ്പറും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറാഷണൽ മാത്രമേ കിട്ടത്തുള്ളൂ. ദെൻ ഒരു റാഷണലും ഒരു ഇറാഷണലും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ Q1/Q1 അതും ഇറാഷണലേ കിട്ടത്തുള്ളൂ. ഓക്കെ. സോ ഇറാഷണൽ രണ്ടും ഒരുപോലെ വരികയാണെങ്കിലാണ് നമുക്ക് റാഷണലോ ഇറാഷണലോ കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇറാഷണൽ തന്നെയാണ് കിട്ടുന്നത്.